ഹലോ ഫ്രണ്ട്സ്. ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്. മോളെ, നിനക്കിന്ന് വയറുവേദന ഇതുവരെയായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. അപ്പോൾ അമ്മയുടെ ആ ഒരു പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. രാവിലെ മുതലേ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പിന്നീട് അതൊക്കെ മാറുകയും ചെയ്തു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, ഒരു നാരങ്ങ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുടിച്ചാൽ മാറുമല്ലോ. അതെന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് ഞാൻ കിടന്നോളാം എന്ന് അമ്മയടുത്ത് പറയുന്ന സമയത്ത് അമ്മയുണ്ടോ കേൾക്കുന്നു. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, മോക്കെ നിനക്ക് വയ്യ എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. നമുക്കിവിടെ വേറെ ആരുമില്ലല്ലോ സഹായത്തിനൊന്നും. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നീ ഇപ്പം എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് വാസുവിൻ്റെ ഓട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം എന്ന് അമ്മ പറയുന്ന സമയത്തും എൻ്റെ മനസ്സിൽ പോകണ്ട എന്നായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോകേണ്ട ആ ഒരവസ്ഥയും അസുഖവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നൊന്നും അമ്മ കൂട്ടാക്കുന്നൊന്നുമില്ല. അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഒരൊറ്റ വാശിയിലായിരുന്നു. അപ്പം ആ ഒരു സമയത്തായിരുന്നു അമ്മ ഫോണെടുത്ത് ഓട്ടോക്കാരനായിട്ടുള്ള വാസുവിനെ വിളിക്കുന്നത്. അപ്പം പുള്ളി അന്നേരം ഓട്ടത്തിന് പോയേക്കായിരുന്നു. പുള്ളിയെടുത്ത് വീണ്ടും ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിയുടെ ഒരു സുഹൃത്ത് ഒരാളുണ്ടായിരുന്നു. അയാളെ അവിടേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അവരുടെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാനുള്ള കേസും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അയാൾ റെഡിയായി അപ്പം തന്നെ. പിന്നെ അയാളുടെ അടുത്തും പറഞ്ഞായിരുന്നു, ഇന്നപോലെ 2 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കണം. കാരണം വാസു ഓൾറെഡി ഇന്നപോലെ ഇവിടുന്ന് ഓട്ടത്തിനൊക്കെ പോകുന്ന വീട്ടിൽ നിന്ന്, അതുകൊണ്ട് തന്നെ അയാൾ കുറച്ച് പ്രൈസ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ ഇന്ന് തിരക്കായതുകൊണ്ട് തന്നെ മറ്റൊരാളെയായിരുന്നു പറഞ്ഞു വിട്ടത്. അയാളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ കുറച്ച് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അയാൾക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പോയെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. കാരണം എളുപ്പത്തിനുള്ള സൗകര്യം എവിടെയാണോ അങ്ങോട്ട് തന്നെ പോകാം എന്ന് ആദ്യം തന്നെ കരുതി. കാരണം വയറുവേദനയുടെ ആ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കാം, വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമല്ലോ. അതുകൊണ്ട് വേണ്ടിയായിരുന്നു അങ്ങോട്ട് പോയത്. അങ്ങനെ ഒരു സമയത്തായിരുന്നു ഞാനും അമ്മയും കൂടെ ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം റിസപ്ഷനിൽ പോയി ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം പേരും വയസ്സും ഒക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഞാൻ പേരും കാര്യങ്ങളും അതേപോലെ തന്നെ വയസ്സും പറഞ്ഞു. എൻ്റെ പേര് ഷീബ എന്നാണ്. എനിക്കിപ്പോൾ 32 വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേരും വയസ്സും ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ആ ഒരു ചെയറിൽ പോയിരുന്നോളാൻ പറഞ്ഞു 2 പേരുടെ അടുത്തും. അങ്ങനെ ഞാനും അമ്മയും അത് കേട്ടതിന് ശേഷം ആ ഒരു ചെയറിലിരിക്കുകയായിരുന്നു. അപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഷീബ ഒന്നിഞ്ഞ് വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് ആര് പറഞ്ഞു, ഇവിടെ ഡോക്ടറായിട്ടും കാഷ്വാലിറ്റി ഡോക്ടർ മാത്രമേ ഉള്ളൂ, മറ്റുള്ള ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ വരുത്തൊന്നുമില്ല. അപ്പം കാഷ്വാലിറ്റി ഡോക്ടേഴ്സിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ജസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു അത്യാവശ്യം താടിയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ വരുന്നു. അപ്പം കണ്ട സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് കണ്ട നല്ലൊരു മുഖഭാവം, അപ്പം മുൻപ് എവിടെയോ കണ്ട പോലെ. അപ്പോൾ കുറച്ച്
സമയം കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ആള് എൻ്റെ കൂടെ പഠിച്ച ഒരാളായിരുന്നു. പണ്ട് കോളേജ് ടൈമിലും എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിയായിരുന്നു വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലായി. ആളുടെ അടുത്ത് പോയി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ എനിക്കൊരു നുള്ളു വെച്ചു തന്നു, ചെറിയ രീതിയിൽ. നീ ഇങ്ങനെ അടങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും കേട്ടുകൊണ്ട് ഞാനങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് അവിടെ നിൽക്കണം എന്ന് താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കയറിയ സമയത്ത് തന്നെ ഡോക്ടറായിട്ടുള്ള അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി ഷീബേ, കുറേ കാലമല്ല കണ്ടിട്ട്, ഇപ്പം ഒരുപാട് സമയമായി കണ്ടിട്ട്, ഇപ്പം തീരെ കാണുന്നേ ഇല്ല, ഹസ്ബൻഡൊക്കെ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ മോനായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പം മോനും മറുപടി ആയ സമയത്താണ് എൻ്റെ അടുത്ത് വീണ്ടും ഒന്നും ചോദിക്കുന്നില്ല. അപ്പം പിന്നീടുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത് അമ്മയായിരുന്നു. ഡോക്ടറെ, അവൾക്ക് രാവിലെ തൊട്ടേ വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തൊട്ടേ എന്തെങ്കിലും ഇഞ്ചിയും മരുന്നും ഒക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ അമ്മ അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയത്തേക്കൊന്ന് പുറത്തേക്ക് ഇരിക്കാവോ, എനിക്ക് പേഷ്യൻ്റിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പുറത്തോട്ടിരിക്കാൻ പറഞ്ഞതിന് ശേഷം അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എടോ, എത്ര കാലമായി തന്നെ കണ്ടിട്ട്, തനിക്ക് സുഖമാണോ? എന്താ തൻ്റെ വയറ്റുവേദന ഇതുവരെയും മാറിയിട്ടില്ലേ? കോളേജ് സമയത്തും കണക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതുവരെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് തൻ്റെ ഹസ്ബൻഡൊക്കെ? കുറേ കാലമല്ലോ നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട്. അപ്പം ആ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ലായിരുന്നു. കാരണം ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാനും ഈ ഡോക്ടറും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവൻ എന്നെ അതിനു മുമ്പ് പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വീട്ടുകാരുടെ നിർബന്ധവും, പിന്നെ അന്നത്തെ സമയത്ത് ഇയാൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയം ഇയാളുടെ അടുത്ത് നോ പറയേണ്ടതായിട്ട് വന്നായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം നഷ്ടം തന്നെയായിരുന്നു. ആ ഒരു ചോദ്യത്തിനാണെന്നുണ്ടെങ്കിലും ഞാനൊന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് ഞാൻ ഓരോന്നൊന്നായിട്ട് പറയാൻ തുടങ്ങി. എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു വിനോദ്. അയാള് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അയാൾക്ക് ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലുത്. എൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ മക്കളുടെ അടുത്തോ ആരുടെ അടുത്തും ഒന്നും സംസാരിക്കുക പോലുമില്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എന്നും രാത്രിയോട് അടുത്ത് കഴിഞ്ഞാൽ അയാൾ ഒരു കുപ്പി എടുത്തിട്ട് കുടിച്ചിട്ട് വരും. എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും ഒരു കണിയൊപ്പിച്ച് വെക്കും. ജീവിതം മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ അയാളില്ല, എവിടെയാണെന്നും എനിക്കറിയില്ല. അതെല്ലാം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നതെല്ലാം ഒരു ശ്രദ്ധയോടെ തന്നെ കേട്ടിട്ടിരുന്നതിന് ശേഷം എൻ്റെ അടുത്ത് അവൻ തിരിച്ചു പറഞ്ഞു, എടോ, തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? തന്നെ ഞാൻ എത്രത്തോളം അന്വേഷിച്ചെന്നറിയാവോ? തനിക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഒരു മിസ് കോൾ, ഒരു മെസ്സേജ്, എപ്പോഴാണെങ്കിലും ഞാൻ ഓടി വരത്തില്ലേ തൻ്റെ അടുത്ത്? വിനോദ്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, ഒരുപാട് കടമകളുണ്ട്. എനിക്കിനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, എൻ്റെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം.
ഒരുപാട് മോഹങ്ങളുള്ള ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നില്ല. വിനോദിനോട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതെല്ലാം ഒരു ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടത്തില്ല. ചിലത് അങ്ങനെ നഷ്ടപ്പെട്ടു പോവുമല്ലോ. ജീവിതം അങ്ങനെയാണ്. എൻ്റെ കണ്ണിൽ നിന്നും ചെറിയൊരു ഇറ്റി കണ്ണുനീർ വീണു. എന്തോ ഒരു പക്ഷേ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ ഞാൻ വരേണ്ടതില്ലായിരുന്നു, ഇങ്ങനെയൊരവസ്ഥ വരണ്ടായിരുന്നു. വിനോദ്, എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥയും എൻ്റെ മാനസികാവസ്ഥയും. നമുക്കൊരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലാക്കുന്നേ. എടോ ഷീബേ, തനിപ്പോഴും ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കണ്ണു നിറച്ചാൽ പറ്റുമോ? ജീവിതത്തിൽ തനിക്കല്ലാതെ ഞാൻ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്? തനിക്കിപ്പോഴും എന്നെ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. താനെന്താ ഇപ്പോഴും ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? തൻ്റെ മുഖത്തൊക്കെ നോക്കിയേ, ഇങ്ങനെ കുനിഞ്ഞു നിന്ന് അങ്ങനെ ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കേ. വിനോദ് അങ്ങനെ പറയുമ്പോഴും എൻ്റെ മുഖം ഒന്ന് ഉയർത്തി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും അവനോടും ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത്. ആ ഒരു സമയത്തും എൻ്റെ അടുത്ത് കെഞ്ചി കെഞ്ചി നടന്നവൻ, എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ച ഒരാൾ, ആ ഒരാളെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ജീവിതത്തിൽ എന്തും എനിക്ക് വേണ്ടി ത്യജിക്കുമായിരുന്നു അവൻ. അങ്ങനെ ഒരാളെയാണ് എന്തിനു വേണ്ടി ഞാൻ കളഞ്ഞത്. എൻ്റെ വീട്ടുകാർ ഒരുപാട് സമ്പത്തുള്ളവരായിരുന്നു. വിനോദിൻ്റെത് വളരെ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് അവനെയും എന്നെയും തമ്മിൽ അകറ്റി. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരിക്കൽ കൂടി, ഒരു വട്ടം കൂടി ആ ഒരു ജീവിതം ഒന്നും കൂടി ആസ്വദിക്കാൻ. കാരണം ചില നിമിഷങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങൾ, നഷ്ടപ്പെടലുകളാണ് ചിലതും. ഈ നഷ്ടപ്പെട്ട ഓർമ്മകൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുപോലെയായിരുന്നു എനിക്ക് വിനോദ്. ഒരു മഴ പെയ്ത് തീർന്ന് ഒരു കുടയ്ക്കകത്തേക്ക് കയറി 2 പേർ. മഴ തോർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കായി. അതുമാത്രമായിരുന്നു ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം. ഓരോ നിമിഷങ്ങളിലെയും ഓരോ മൊമെൻറ്റുകളും ഞാൻ അവൻ്റെ കൂടെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ച് ഞങ്ങൾ പിരിയുന്ന സമയത്ത് എനിക്ക് എല്ലാത്തിനുള്ള ഒരു കെയറും എല്ലാ ഒരു ക്ഷമയും അവൻ പകർന്നു തന്നു. ടാബ്ലറ്റ് എഴുതുന്ന സമയത്ത് അവൻ്റെ കൈകൾ വിറച്ചിരുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അതിനുവേണ്ടി അവൻ എഴുതുകയല്ലേ, അവൻ്റെ കൈകൾ വിറയ്ക്കാതിരിക്കുമോ? അവൻ ഓരോ ഗുളികളും എഴുതുന്ന സമയത്ത് ഒരു നിമിഷം ഞാൻ അവനോട് ചോദിച്ചു, വിനോദ്, നീ കല്യാണം കഴിച്ചിട്ടില്ലേ? നിനക്ക് കല്യാണം കഴിച്ചൂടെ? നീ എന്താ എപ്പോഴും കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നേ? എനിക്ക് വേണ്ടിയാണോ? വിനോദ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് മറുപടി പറഞ്ഞു, ഷീബ, ചിലത് അങ്ങനെയാണോ, നമ്മൾക്ക് ആദ്യം കിട്ടിയത് തന്നെയായിരിക്കും എന്നും സൗഭാഗ്യം. ഞങ്ങൾ ആൺകുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ്, ചിലതൊന്നും മറക്കില്ല. അതുകൊണ്ട് തന്നെ മാറ്റിവെച്ചതാണ് എൻ്റെ ജീവിതം. ഒരിക്കലെങ്കിലും തന്നെ എനിക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ജീവിതത്തിൽ എന്തിനേക്കാട്ടിലും ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ലേ? താൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് നമ്മുടെ ലൈഫെല്ലാം ഇങ്ങനെ ആയത്? താനൊന്ന് ആലോചിച്ച് നോക്ക്. വിനോദ് ഇങ്ങനൊന്നും സംസാരിക്കാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താനൊരു നിമിഷമെങ്കിലും ആലോചിച്ച് നോക്ക്. താൻ എന്നെ ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ
എന്ത് ജീവിതമായിരുന്നു നമ്മുടെ. കളിയും ചിരിയും തമാശകളും എല്ലാം നിറഞ്ഞു തന്നെയല്ലായിരുന്നോ നമ്മുടെ ഭാവിയും ഭൂതവും നമ്മൾ നിശ്ചയിച്ചു വെച്ചിരുന്നത്. കഴിഞ്ഞു പോയ കാലങ്ങൾ എത്രത്തോളം മനോഹരമായിരുന്നല്ലോ. താൻ എന്താ എന്നെ ഉപേക്ഷിച്ചു പോയത്? വിനോദിന്റെ ആ വാക്കുകളിൽ എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഓരോ കണ്ണുനീരും ആ ഒരു മേശപ്പുറത്തേക്ക് വീണു. എടോ, താൻ കരയാനല്ലേ ഞാൻ പറഞ്ഞത്. താനെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? താൻ കരയരുത്. താൻ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. വിനോദ് എണീറ്റ് എൻ്റെ കണ്ണുകൾ, നിറഞ്ഞ കണ്ണുകളെ അവനാ തുണി വെച്ചൊപ്പി. ശേഷം എൻ്റെ നെറ്റിയിൽ കൈവച്ചു. തനിക്ക് നല്ല ടെമ്പറേച്ചറുണ്ട്. തന്നോടം തന്നെ നല്ലൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എഴുതാം. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇഞ്ചക്ഷൻ എനിക്ക് വേണ്ട വിനോദ്. അപ്പോൾ പെട്ടെന്ന് എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴും ആ പഴയ ടെൻഷനും പേടിയൊന്നും മാറിയിട്ടില്ല നിനക്ക്? വലിയ കുട്ടിയായല്ലോ, എന്നിട്ടും ഇതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണോ? അപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു, എനിക്കതെല്ലാം പേടിയാണ് വിനോദ്. എന്തെങ്കിലും ടാബ്ലറ്റ്സ് എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ വിനോദ് കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശേഷം വിനോദിൻ്റെ ആ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞതിന് ശേഷം ഞാൻ ഹോസ്പിറ്റൽ വരെ നിന്നിറങ്ങി. ഞാൻ വീട്ടിലെത്തുന്ന സമയത്തും ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. വിനോദ് എത്ര നല്ല മനുഷ്യനായിരുന്നു.